നമസ്കാരം, ഞാൻ രമേഷ് ഗോപാൽ, തനിമ സ്പെഷ്യൽ ന്യൂസ്. കാട്ടാക്കടയിൽ മോഷണം. 15 പവനോളം സ്വർണവും പണവും കള്ളൻ കൊണ്ടുപോയി. കാട്ടാക്കട പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 2 ഇടങ്ങളിലാണ് ആളില്ലാത്ത വീട്ടിൽ മോഷണം നടന്നിരിക്കുന്നത്. ഇക്കഴിഞ്ഞ 7-ാം തീയതിക്കും 15-ാം തീയതിക്കും ഇടയിലാണ് മോഷണം നടന്നിരിക്കുന്നത്. പൂവച്ചൽ കൊണ്ണിയൂർ നസുറുദ്ദീന്റെ മദീന മൻസിൽ മുൻവാതിൽ കുത്തിപ്പൊളിച്ച് അകത്ത് കടന്ന കള്ളൻ കിടപ്പുമുറിയിലെ അലമാരകൾ വെട്ടിപ്പൊളിച്ചാണ് മോഷണം നടത്തിയിരിക്കുന്നത്. ഇവിടെ നിന്നും 2.5 പവന്റെ 2 ബംഗാളി മോഡൽ സ്വർണ്ണവള, 1.5 പവന്റെ ഒരു കമ്പിവള, 1.5 പവൻ ഒരു പച്ചിൻ മോഡൽ ബ്രേസ്ലെറ്റ്, 1 പവന്റെ ഒരു ജോഡി സ്വർണ്ണ തൂക്കുകമ്മൽ എന്നിവ ഉൾപ്പെടെ 8 ലക്ഷത്തോളം രൂപയുടെ 9 പവൻ സ്വർണമാണ് കള്ളൻ കൊണ്ടുപോയിരിക്കുന്നത്. നസുറുദ്ദീനും കുടുംബവും മകളുടെ ചികിത്സാർത്ഥം ആശുപത്രിയിലായിരുന്നു. 7-ാം തീയതി മുതൽ 11 വരെ ഇവിടെ ആളില്ലായിരുന്നു. ഈ സമയമാണ് ഇവിടെ മോഷണം നടന്നിരിക്കുന്നത്. ഇതോടൊപ്പം പൂവച്ചൽ വഴുതനമുകൾ സുവിൻ സുകുമാരന്റെ സുരഭി വീട്ടിൽ നിന്നും സ്വർണ്ണവളകളും കമ്മലുകളും 10 കുഞ്ഞു മോതിരങ്ങളും ഒരു ബ്രേസ്ലെറ്റും നാണയവും നോട്ടുമായി 10,000-ഓളം രൂപയും കള്ളൻ കൊണ്ടുപോയി. ഇവിടെ 5,10,000 രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. കൂടാതെ വീടിന്റെ വാതിലുകൾക്കും നാശം സംഭവിച്ചു. വീടിന്റെ മുൻവാതിൽ കുത്തിപ്പൊളിച്ച് അകത്ത് കടന്നത് വീട്ടിനുള്ളിൽ ഉണ്ടായിരുന്ന മേശകളും ഒക്കെ തുറന്ന് വലിച്ചു വാരിയിട്ട നിലയിലായിരുന്നു. സുബിൻ കുടുംബവുമായി ഭാര്യ വീട്ടിൽ പോയി വന്നപ്പോഴാണ് മോഷണം അറിയുന്നത്. കാട്ടാക്കട പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മോഷണം നടന്ന സ്ഥലങ്ങളിൽ ഫോറൻസിക് സംഘവും പരിശോധന നടത്തി.